തേക്കിൻകാട് മൈതാനിയിൽ വാഴുന്ന വടക്കുനാഥൻ, നൂറ്റാണ്ടുകൾക്കപ്പുറം തെങ്കലാസം എന്നറിയപ്പെട്ട വടക്കുനാഥ സന്നിധി. നമുക്കറിയാം, ഒരുപക്ഷെ ചുറ്റും കാട് നിറഞ്ഞ് നിബിഡമായ വിദേശികൾ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വിദേശികളുടെ ഒരു വലിയ സാന്നിധ്യം. കാരണം അവരെ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് എങ്ങനെയാണ് സത്യത്തിൽ നമ്മൾ ഈ ഗജവീരന്മാരെ ഇങ്ങനെ മെരുക്കിയെടുത്ത് ഇത്ര മനോഹരമായ രൂപങ്ങളായി ഗജവീരന്മാരെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന മേളപ്പെരുക്കം, ലോകത്തിലെ ഏറ്റവും വലിയ സിംഫണിയായി നമ്മുടെ ഇലഞ്ഞിത്തറ മേളവും ഒക്കെ മാറുന്നത്. എങ്ങനെയാണ് നമുക്കിത് സാധിക്കുന്നത്? എങ്ങനെയാണ് ഭാരതത്തിൻ്റെ സംസ്കൃതിയിൽ ഇത്തരം കാഴ്ചകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്ന കൗതുകം കൂടി അറിയാനാണ് അതിനെ ആദരവോടെ മഹത്വത്തോടെ കാണുന്ന വിദേശികളുടെ വലിയ കൂട്ടമാണ് നമ്മുടെ മുന്നിൽ ഈ സ്ക്രീനിൽ കാണുന്നത്. എവിടെ നോക്കിയാലും തൃശ്ശൂർ പൂരത്തിൻ്റെ ഓരോ വർഷവും തീർച്ചയായും പുറമേ നിന്നുള്ള ആളുകൾ, രാജ്യത്തിന് പുറത്തുനിന്നുള്ള ആളുകൾ വളരെ ആകാംക്ഷാപൂർവ്വം ആവേശപൂർവ്വം ഈ പൂരക്കാഴ്ച കാണാൻ എത്തുന്നുണ്ട്. അതിന് പിന്നിൽ എങ്ങനെയാണ് ക്ഷേത്രങ്ങൾ ഒരുപക്ഷെ പ്രകൃതിയോട് ചേർന്ന് നിന്നത്, എങ്ങനെയാണ് തേക്കിൻകാട് മൈതാനിയുടെ നടുക്ക് വടക്കുനാഥൻ അങ്ങനെ ഉത്ഭവിച്ചത്. അത് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് കൊടുംകാടായിരുന്നിടത്ത് ഒരു കുന്നിന് മുകളിൽ ശിവരൂപം ചൈതന്യമാകുമ്പോൾ അതിനെ ചുറ്റും നിറഞ്ഞു നിന്നത് ശിവന്റെ ജടയെന്ന് കരുതി, പ്രകൃതിയുടെ ചൈതന്യമാണ്, പ്രകൃതിയുടെ കേന്ദ്രമെന്ന് കരുതി സംരക്ഷിച്ചു പോകുന്ന ഒരു കൂട്ടം. പക്ഷേ അതിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ജീവൻ അവൻ്റെ പുതിയ വഴികളിലേക്കുള്ള യാത്രയിൽ അതിനെ ചേർത്ത് വയ്ക്കാൻ, പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ ആ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ചേർത്ത് രാജാവിന്റെ കാലത്ത് ആരംഭിച്ച പൂരത്തിന് പ്രജായത്വത്തിന്റെ കൊടിയെ സാക്ഷി നിർത്തി ഒരിക്കൽ കൂടി തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 48 വരെ 1948 വരെ ഇപ്പോഴത്തെ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന ദിവസം എന്നത് കോലോത്തുംപാടത്ത് നടക്കുന്ന പൂരമായിരുന്നു. അത് ശക്തൻ പാലസിന് മുന്നിൽ രാജാവിന് വേണ്ടി അന്നത്തെ ഒരു സാമ്പിൾ പൂരമായിരുന്നു. അതായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ആചാരം. 48-ൽ മറ്റ് ഓരോ നാട്ടുരാജ്യങ്ങളും സർക്കാരിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടുന്ന ഘട്ടമായിരുന്നുവെങ്കിൽ കൂട്ടിച്ചേർക്കേണ്ടതില്ല, ഞങ്ങൾ അധികാരം കൈയൊഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ആ സന്ധിയിലേക്ക് ഒപ്പുവെച്ചത് അന്നത്തെ കൊച്ചി രാജ്യമായിരുന്നു. അതിന് പിന്നാലെ ഇനി പൂരം രാജാവിന് കാണേണ്ട പൂരമല്ല, പ്രജകൾ ആഘോഷിക്കേണ്ട പൂരമാണ്, പ്രജകളാണ് നടത്തിപ്പുകാർ എന്ന വിധത്തിൽ അന്ന് കൈമാറിക്കെട്ടിയ പൂരം. പക്ഷേ അന്നും രാജാവിനുള്ള ആ ഓർമ്മയ്ക്ക് മുന്നിൽ, ശക്തൻ തമ്പുരാൻ അടക്കമുള്ള രാജപരമ്പരയുടെ ഓർമ്മയ്ക്ക് മുന്നിലാണ് ഇപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത്. അതൊരാചാരമായി തീർന്നു. അതിന് പിന്നോട്ടുള്ള വർഷങ്ങളിലെല്ലാം ആചാരങ്ങൾ ഓരോന്നോരോന്നായി കൂട്ടിച്ചേർത്ത് അനുഷ്ഠാനങ്ങളായി മാറി. അത് ജനങ്ങളുടെ സന്തോഷത്തിനുള്ള, ആനന്ദത്തിനുള്ള ഒന്നായി മാറുന്നു. ഇതാ ആ രാജ പ്രതിമയെ വലം വെച്ചുകൊണ്ട് പഴയ പറയെടുപ്പിൻ്റെ ഓർമ്മയിൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പറമേക്കാവ് ഭഗവതിയുടെ തട്ടകത്തുള്ള പറയെടുപ്പായിരുന്നു അന്ന്. ഇപ്പോഴത്തെ ഈ ഇരട്ടച്ചിറ തേവര് ഇരിക്കുന്ന ഇരട്ടച്ചിറ കോവിലകമുണ്ടായിരുന്നു. അതിനപ്പുറത്ത് നായരങ്ങാടി എന്ന് പറയുന്ന ഒരു പ്രദേശമായിരുന്നു. അവിടേക്കുള്ള പറയെടുപ്പിൻ്റെ എഴുന്നള്ളിപ്പായിരുന്നു ഇപ്പോഴുള്ള തെക്കോട്ടിറക്കം. അത് കഴിഞ്ഞാണ് ഇവിടേക്ക് വരാറുള്ളത്. അത് കുടമാറ്റമൊക്കെ പിന്നീട് വന്നതാണ്. കുടമാറ്റത്തിൻ്റെ ഈ ഭംഗിയും ചാരുതയും ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിലായി ഈട്ടം കൂടി വളർത്തിയെടുത്തതാണ്. അത് പുതിയ, ഒരിക്കലും മറക്കാനാവാത്ത കുടകളുടെ നിറങ്ങളുടെ നിറച്ചാർത്തായി മാറുന്ന ആ ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. പുരുഷാരം ഇതാ നിറഞ്ഞു കഴിഞ്ഞു. പലപ്പോഴും പുരുഷാരം എന്ന് പറയുന്ന വാക്ക് ഒരു ജനക്കൂട്ടം എന്ന, ആൾക്കൂട്ടം എന്ന അർത്ഥത്തിൽ മാത്രമാണ്. അത് ആ പുരുഷാരത്തിൽ ഏറ്റവും കൗതുകം മുൻപ് ഒരിക്കലുമില്ലാത്ത വിധത്തിലുള്ള സ്ത്രീ സാന്നിധ്യമാണ്. എല്ലായിടത്തു നിന്നും ആളുകൾ എത്തുന്നു. ഇത് ഒരാഘോഷവും ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം പതിച്ചു നൽകേണ്ട ഒന്നല്ല എന്ന് കേരളം തിരിച്ചറിയുകയാണ്. കേരളം വളരുന്നു. സഹ്യനും കടന്ന് കേരളം വളരുന്നു എന്ന് പറയുമ്പോൾ സഹ്യൻ കടക്കാതെയും കേരളം വളരുന്നുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിലെ തൃശ്ശൂർ പൂരങ്ങൾ. ആ ജനതതി നമ്മളോട് വിളിച്ചു പറയുന്നതും അതാണ്. മുൻപൊരിക്കലുമില്ലാത്ത വിധത്തിൽ ഞങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ ജനക്കൂട്ടം തൃശ്ശൂർ പൂരത്തെ ഏറ്റെടുക്കുമ്പോൾ ഒറ്റ മനസ്സായി, ഒറ്റ ഹൃദയമായി തൃശ്ശൂർ പൂരത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. തിരുവമ്പാടിയപ്പോൾ ഇറങ്ങി വരും. അത് മാത്രമാണിപ്പോൾ ഓരോ നിമിഷവും കാത്തിരിക്കുന്നത്.